ഓ, ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ചേച്ചിനെ വിളിക്കണത് കേക്ക് മുറിക്കാൻ. വിശേഷം അതെങ്ങനെ? എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും ഇതാരാണെന്ന്. ഇത് ഡോക്ടർ സിൽബി വിനീത്, എൻ്റെ സ്വന്തം ഡോക്ടർ. എനിക്കിപ്പോൾ ഒരുപാട് ഓർഡർ തന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് 2-3 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടറുടെ വീട്ടിൽ കേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് മാഡത്തിൻ്റെ ബർത്ത്ഡേ വന്നു. അപ്പം എന്നോട് തലേദിവസം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ രാവിലെ എറണാകുളത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് എറണാകുളത്ത് റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുക. അപ്പോൾ രാവിലെ ഇവർ എറണാകുളത്തിന് പോകും. അപ്പോൾ ചേച്ചി രാവിലെ കേക്ക് കൊണ്ട് തരണം എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. രാവിലെ മക്കളെയൊക്കെ റെഡിയാക്കി വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവുമല്ലോ. അങ്ങനെ 9 മണിയായപ്പോഴേക്കും ഞാൻ കേക്കും കൊണ്ട് വന്നു. കേക്കും കൊണ്ട് വന്നപ്പോൾ മാഡത്തിന് ഒരേ നിർബന്ധം, ഇന്ന് ചേച്ചിയും കൂടെ കേക്ക് കട്ട് ചെയ്യണമെന്ന്. ഞാൻ സമ്മതിച്ച് ഞാനും പോയി കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അവരുടെ ആ സന്തോഷ പ്രകടനത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. മാഡത്തിൻ്റെ പാരൻസും ഉണ്ട് കൂടെ. 2 പേരും കേക്ക് കട്ട് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെയാണ്. കൂടെ എന്നോട് ഒരുപാട് വർത്തമാനവും പറയുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് കൊടുത്ത കേക്ക് നല്ലതായിരുന്നു എന്നൊക്കെ മാഡത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന ഒരു ഫീല് പോലും ഇല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ചെന്നതുപോലെയായിരുന്നു. മക്കളാണെങ്കിലും കുഞ്ഞു മോൾ അത്രയ്ക്ക് സംസാരിക്കാറായിട്ടില്ല കേട്ടോ. പക്ഷേ വലിയ മോൾ കുറേ കിരികിരാന്ന് വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട്. ലാസ്റ്റ് എനിക്കും തന്നു കേട്ടോ കേക്ക്. ഇന്ന് മാഡം ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു ഓരോ കാര്യങ്ങളും. ഞാൻ ചെന്നപ്പം മുതൽ ഇന്ന് ചേച്ചി കേക്ക് കട്ട് ചെയ്തിട്ട് പോയാൽ മതി. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മാഡത്തിൻ്റെ ഡിമാൻഡ് ഇന്ന് ഞങ്ങളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. എന്തായാലും ഇത്രയും സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമ്മളെങ്ങനെ കഴിക്കാതിരിക്കുന്നത്. അന്ന് ഞാൻ മാഡത്തിൻ്റെയും സാറിൻ്റെയും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ടോ പിരിഞ്ഞ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ. ഇതായിരുന്നു കേട്ടോ മാഡത്തിന് കൊടുത്ത കേക്ക്. ഒരു സിമ്പിൾ ഡിസൈൻ ആയിരുന്നു, എൻ്റെ തന്നെ ചോയ്സ് ആയിരുന്നു കേട്ടോ.